കുഞ്ഞാപ്പ് എന്താ അവിടുന്ന് മാറി കളിക്കണത്? എന്താ സംഭവം? പോയി നോക്കണല്ലോ. ഹായ് കുഞ്ഞാപ്പോ, ഇജ്ജെന്താ പിന്നെ കണ്ടപ്പോ അവിടുന്ന് മാറി കളിച്ചിരുന്നു? അതെന്താ? എന്താ എനിക്ക് ഹേമ കൂടിയപ്പോ? എന്താ കുഞ്ഞാപ്പോ? മനസ്സിലായില്ല. അതെ നിക്ക്. എന്താ എനിക്ക് സുഖല്ലേ? ഇത് പല്ലുവേദന ഉണ്ടാ? എന്താ നിക്കണോ? എന്താ ഇപ്പൊ കുഞ്ഞാപ്പിന്റെ പൊട്ട കടിച്ചാ? എന്താ പണിയാ ചെയ്തത്? അതെന്താ? ഞാൻ വരുമ്പോ എന്തിനാ ഇങ്ങനെ ഓരോ ചോദിച്ചുകൊണ്ടിരുന്നത്? അല്ല എനിക്കിപ്പോ മുണ്ടാൻ പറ്റുമോ? ഇജ്ജ് വരും അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഇങ്ങനെ ഞാന് ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. അറിയോ? അതെന്താ കാരണം പറയും? കാരണം എന്താ വെച്ചാ എനിക്ക് വയറ് വേദനിച്ചിട്ടും ഛർദ്ദിച്ചിട്ടും ഒക്കെ ആയിട്ടേ. എന്നിട്ട് എന്താ ഉമ്മ പറഞ്ഞ് ആശാത്താടെ പോയിട്ട് ഉപ്പ് ഉദിക്കാന്. ഉപ്പ് ഉദിച്ച മാറൂന്ന് പറഞ്ഞു. ഉപ്പ് ഉദിച്ചിട്ടേ ആ ഉപ്പ് ഞാൻ തിന്നാലേ വയറുവേദന ഛർദി മാറുന്ന് പറഞ്ഞു. കുഞ്ഞാപ്പോ വയറുവേദനക്ക് എങ്ങനെ ഉപ്പ് ഉദിച്ചാ മാറുക? വയറുവേദനക്ക് ഉപ്പ് ഉദിച്ച് മാറും. എന്നിട്ട് വരുമ്പോ എന്നോട് ആശാത്ത പറഞ്ഞ് ആരെ കണ്ടാലും മുണ്ടരുതെന്ന്. അപ്പൊ അതിന്റെ ഇടയില് അഞ്ച് കുഞ്ഞാപ്പേ വയ്യാപ്പേ ഇങ്ങനെ ചോദിക്കല്ലേ? അതാണ് കാര്യല്ലേ? അതന്നെ കാര്യം. എനിക്ക് വയറുവേദന വരുന്ന വേറൊന്നുമല്ല, വെട്ടി മുങ്ങിട്ടൊന്നല്ല, അന്നെ പോലത്തെ ഒരു കൊതി കൂടിയിട്ടാണ്. ഉമ്മ എപ്പോഴും പറയും എന്ത് തിന്നാണെങ്കിലും വാവാന്റെ മുന്നിൽ നിന്ന് തിന്നരുത്, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് തിന്നരുത്, കൊതി കൂടുന്നു. അതൊക്കെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമൊന്നല്ല. ഇന്നലെ വരെ വന്നില്ലേ? അപ്പൊ കൊതി കൂടി ഉണ്ടാവും. വിളിച്ചത് വെള്ളം കുടിച്ചില്ലേ? വെള്ളം കുടിച്ചിരിക്കണ്. അതിന്റെ വയറുവേദന ഇപ്പോഴും മാറ്റില്ല. വയറുവേദന മാറ്റില്ല. അപ്പൊ കൊതി കൂടി ഉണ്ടാവും. അതെ നന്നാ തന്നെ കൊതി കൂടും. അത് ഞാൻ വെള്ളം കുടിക്കുമ്പോ തിന്നിട്ടില്ലല്ലോ. തിന്നണ്ടല്ലോ. ഇജ്ജ് നോക്കിയാ തന്നെ കൊതി കൂടും. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കുഞ്ഞാപ്പ എന്തൊക്കെ തിന്നുണ്ടാവും. അങ്ങനെ കണ്ടാ തന്നെ കൊതി കൂടും. പോയിട്ട് നല്ല ഡോക്ടർ കാണിക്കും. ഇജിപ്പോ ഇവിടുന്ന് പുട്ടും കുറ്റിയൊക്കെ ആയിട്ട് ബാബാ എന്നോട് പറയാനേ വയറുവേദന എപ്പോഴും മാറിയിട്ടില്ല. മാറിയിട്ടില്ല. ഇന്നലെ ഞാൻ ഉപ്പ് കുത്തിച്ചു കൊടുന്നില്ലേ? ഉപ്പ് കൊറേ തിന്നല്ലാതെ വയറുവേദന മാറണ്ടേ? ഇന്നലെ രാത്രി വയറുവേദന ചീട്ട് ഞാൻ കരഞ്ഞിട്ട് ഉമ്മ എന്നോട് പറഞ്ഞ് കുഞ്ഞാപ്പോ കടലിൽ മറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കടലിൽ മറിഞ്ഞിട്ടുണ്ടാവും അത്ര. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു ഇജ്ജി അവിടെ പോയിട്ട് ആശാത്താടെ പോയിട്ട് എന്താണ് കൊണ്ടാട്ടം വെക്കാൻ, എന്താണ് കൊടലാട്ടം വെക്കാനാണ് പുറ്റുംകുട്ടി മേടിച്ചോണ്ടിരുന്നു. അങ്ങനെ ആശാത്തോടെ പോയി ഞാൻ പുറ്റുംകുട്ടി മേടിച്ചോണ്ടിരുന്നു. എന്നോട് വർത്താനം പറയാൻ നിൽക്കാൻ വയ്യാണ്ട് ഇത് പോയിട്ട് കൊടലാട്ടം വെക്കണോ? അപ്പൊ വയറുവേദന മാറിയേക്കാരല്ലേ? കുഞ്ഞാപ്പോ കൊടലാട്ടം വെച്ചാലൊന്നും വയറുവേദന പോവില്ല. ഞാൻ എന്നോട് ഇന്നലെ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോവാന്. ഇജിയെ പിരാഗന്യ പിന്നില്ലേ ഇന്റെ വയറുവേദന എങ്ങനെയെങ്കിലും മാറാൻ ഞാൻ വിചാരിക്കുമ്പോ ഇജി ഇന്നെ പിരാഗന്നല്ലേ? ഞാൻ പിരാഗല്ലേ, ഞാൻ എന്റെ ഉമ്മ ഇങ്ങനെ ഓരോന്ന് പോരാ, അതിനനുസരിച്ച് ചാടി കളിക്കും. അത്ര വീരനക്കില്ലല്ലോ. എനിക്ക് വേണ്ട ഇത് കൊണ്ടുപോയിട്ട് വെച്ചായി മാറ്റാൻ നിക്ക്. എനിക്ക് പോക്ക് പോലെ വയറുവേദന എപ്പോഴൊന്നും മാറില്ലട്ടാ. ഞങ്ങൾ മാറ്റിക്കൊണ്ട് ഞാൻ എന്റെ ഉമ്മ മാറ്റിക്കൊണ്ട് എന്റെ ഉമ്മ ഞാൻ ഈ കൊടലാട്ടം ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ ഈ കൊടലാട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ കൊടലേ ഇറങ്ങി. അല്ല ഇതിലിപ്പോ പിന്നെ എന്തിനും പറഞ്ഞിക്കണത് പോകുമ്പോ ഇന്നലത്തെ മാതിരി മുണ്ടാതിരിക്കാൻ പറഞ്ഞാ മുണ്ടായിരിക്കുമ്പോ എന്നിട്ട് ഇപ്പൊ മുണ്ടിയില്ലേ കൊടലാട്ടം വെക്കുമ്പോ കൊടലേ ഇറങ്ങിയതൊക്കെ ഇന്നലെ പറഞ്ഞെങ്കിലേ കാര്യം കുഞ്ഞാപ്പോ ഇവിടെ നിക്കാണ്. ഞാൻ നിക്കല്ല, ഈ വെറുകൊക്കെ കൊണ്ടാൻ പറഞ്ഞിക്കണേ. അപ്പൊ ഞാൻ വെറുതെ എടുക്കാണ്ടി വന്നതാ. ഞാനാ എന്റെ പെരേ പോയിരുന്നു. എന്തിനു ജീവി ആണ്ട് പോയത്? എന്റെ അമ്മ എന്നെ കണ്ടില്ല, ചീത്ത അറിഞ്ഞില്ലേ? അല്ല എന്റെ വയറുവേദന എന്താ അറിയാൻ വേണ്ടിട്ട് പോയതാ. വയറുവേദന എന്താ? വയറുവേദന മാറി. മാറിയാ? വയറുവേദന മാറിയതേ കൊടലാട്ടം വെച്ചിട്ട് പൊതിച്ചിട്ടല്ല. എന്നോട് പറയാനേ അന്ന് എന്നിട്ട് വയറ് വേദനിച്ചിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞി ഇനി ഒരു ഐഡിയ ഉണ്ട്, ഒരു സൂത്രം ഉണ്ട്. എന്താ? അപ്പൊ ഞാൻ എന്തേന്ന് ഉമ്മ ചോദിച്ചു. അപ്പൊ ഉമ്മ അങ്ങനത്തെ ചരല്ലേ തേങ്ങ വരണ്ടിന ചര
ചെര കൊന്നപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പേടിച്ച് ഓടി ഇനി അടിക്കാനച്ചിട്ട് ആ അപ്പണ്ട് ഉമ്മ എന്നിട്ട് ആ ചെര ഉണ്ടല്ലോ ആ ചെരട്ട് ഇങ്ങനെ 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 ഒഴിഞ്ഞിട്ടാ എന്നിട്ട് ഉമ്മ ഒരു അരുവിൽ കൊണ്ടുവച്ച് എന്നിട്ട് ഉമ്മ ഇപ്പൊ വയറുവേദന മാറും എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ വയറുവേദന കൂടി മാറണ്ടേ അങ്ങനെ വയറുവേദന വെക്കുമ്പോണ്ട് പ്രകാശ് ആയിക്കോടെ പോണു അപ്പൊ ഞാൻ ചീർന്നിട്ടോ പ്രകാശായിട്ട് എന്നോട് പറഞ്ഞു എന്തിനാണ് കുഞ്ഞാപ്പോ ചീർന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറുവേദന ആയിട്ട് അപ്പൊ പ്രകാശേട്ടൻ പറഞ്ഞു എന്നോട് നടക്ക് വേഗം മാറ്റി എന്ന് പറഞ്ഞിട്ട് പ്രകാശേട്ടന്റെ വണ്ടിയുമ്പോ ഞാനും പ്രകാശേട്ടൻ ആശുപത്രിക്ക് പോയി ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞില്ല പറഞ്ഞിക്കണ് ആശുപത്രി പോയേക്കുമ്പോ ഡോക്ടർ പറഞ്ഞു ദഹനക്കേട് കൂടിയിട്ടാണ് ദഹനക്കേട് കൂടിയിട്ടാണ് ഗുളിക തന്ന് ഇപ്പൊ മാറിയിട്ടാ അറിയാൻ വേണ്ടി വന്നാ പോയിക്കോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പോട്ടെ.